C#.netന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റിൽ വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടാവും. ഇതിൽ 2022 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. ഇതിൽ കമ്മ്യൂണിറ്റി 2022 ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എൻ്റെ സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു കൺസോൾ ആപ്ലിക്കേഷനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കൺസോൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് വരും. ഇനി .NET ഫ്രെയിംവർക്കിൽ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് .NET ഫ്രെയിംവർക്ക് കൺസോൾ ആപ്പ് ഇത് സെലക്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് C# VB അല്ല C# ആണ്. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺസോൾ ആപ്ലിക്കേഷൻ്റെ ഈ പ്രോജക്റ്റിനെ കോൺഫിഗർ ചെയ്യാനുള്ള പേജാണിത്. ഇനി നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുക്കണം, മൈ കൺസോൾ ആപ്പ്. ഇനി ഇത് ഈ പ്രൊജക്റ്റ് ഫയൽ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് ആ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക. പിന്നെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ന്യൂ പ്രൊജക്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ സൊല്യൂഷൻ ഇതാണ് സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറയും. സൊല്യൂഷൻ എക്സ്പ്ലോറർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വ്യൂവിൽ നിന്ന് സൊല്യൂഷൻ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ ഫയൽ കാണും. ഇത് പ്രൊജക്റ്റ് ഫയലാണ്. പ്രൊജക്റ്റ് ഫയലിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ .NET ഫ്രെയിംവർക്ക് തന്നെ കുറച്ച് ഫയൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പ്രോഗ്രാം ഫയലാണിത്. പ്രോഗ്രാം ഫയലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫയൽ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള കോഡ് ഉണ്ടാവും. നെയിം സ്പേസ് എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ഓഫ് ക്ലാസ് ആണ്. ക്ലാസ് തന്നെയല്ല, അതിനകത്ത് സ്ട്രക്ചർ ഉണ്ട്, ഇൻ്റർഫേസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇതിൽ നെയിം സ്പേസ് നമുക്കിത് ഇത്രയും കോഡ് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്കിത് പിന്നെ എങ്ങനെയാണ് ഇത് നമുക്ക് ഇപ്പം ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പിന്നെ പറഞ്ഞുതരാം. നെയിം സ്പേസിനകത്ത് ഒരു ക്ലാസ്, അതിനകത്ത് ഒരു മെത്തേഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സിൻടാക്സ് വരുന്നത് C#. ഇവിടെ ഇതൊരു കൺസോൾ ആപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൺസോളിലാണ് ഒരു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിൽ പ്രിൻ്റ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം ഇത് കണ്ടോ, ഇപ്പം ഇവിടെ ഇത് തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. കൺസോൾ ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ അവിടെ റൈറ്റ് എന്ന് വരും, റൈറ്റ് ലൈന് ടാബ്. ഇനി ഇതിനകത്ത് നമ്മൾ ഡബിൾ കോഡ്സിനകത്താണ് നമുക്ക് എന്താണോ കമാൻഡ് വിൻഡോ, കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമാൻഡ് വിൻഡോയിൽ നമുക്ക് റൈറ്റ് ചെയ്യണം. എന്താണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും നമ്മൾ മൈ ഫസ്റ്റ് ആപ്പ് ഇങ്ങനെ റൈറ്റ് ചെയ്യണം. C# സിൻടാക്സിൽ നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടണം. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇനി ഇത് നമ്മൾ റൈറ്റ് ചെയ്തത് നമുക്ക് കൺസോളിൽ റീഡ് ചെയ്യണം. അതിനുവേണ്ടി സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റീഡ് സെമിക്കോളൻ. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം ഈ കൺസോൾ ആപ്ലിക്കേഷൻ നമുക്ക്
കമാൻഡ് വിൻഡോയിൽ എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കമ്പൈലായിട്ട് റൺ ആവും. ഓക്കെ, കമാൻഡ് വിൻഡോയിൽ ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. അതിൽ മൈ ഫസ്റ്റ് ആപ്പ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു കാണിച്ചു തരാം. ഇവിടെ ഇത് നമ്മൾ കമൻറ്റ് എന്ന് പറയും. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പൈലർ ഈ ഒരു ലൈൻ ഓഫ് കോഡ് കമ്പൈൽ ചെയ്യത്തില്ല. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇത് ഞാൻ കമൻറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന്ന് റൺ ചെയ്ത് നോക്കാം. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കമാൻഡ് വിൻഡോ വന്നിട്ട് ഓപ്പൺ ആയി വന്നിട്ട് അത് തന്നെ ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഇത് റീഡ് ചെയ്തില്ല. ഇത് അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്, ആ കമാൻഡ് വിൻഡോ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൺസോൾ ഡോട്ട് റീഡ് ഈ ലൈൻ എഴുതുന്നു. ഇനി ഇവിടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു നെയിം സ്പേസ് ആണ്. ഇവിടെ നമ്മുടെ കോഡ് മൊത്തം ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റിനകത്താണ് ഇത് എഴുതിയേക്കുന്നത്. ഇതിനകത്ത് ഈ നെയിം സ്പേസിനകത്തൊരു ക്ലാസ്, അതിനകത്തൊരു മെത്തേഡ്, അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇതിൻ്റെ സിൻടാക്സിൽ ഇതിൽ നമുക്ക് ഈ നെയിം സ്പേസ് പോലെ തന്നെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നെയിം സ്പേസ് ആണ്. ഈ കൺസോൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. റൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇനി ഈ സിസ്റ്റം നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് കളയാം. ഇപ്പം ഇവിടെ എറർ അടിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കമ്പൈലറിന് ഈ കൺസോൾ എന്താണെന്നുള്ളത് അറിയത്തില്ല. ഇപ്പം ഇതിന് പകരം നമ്മളിവിടെ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുകയാണ് ആ കൺസോൾ അത് യൂസ് ചെയ്യണം, അതൊരു നെയിം സ്പേസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. യൂസിങ് സിസ്റ്റം ഇതിപ്പം ഇങ്ങനെ കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ നെയിം സ്പേസിനും പുറത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇത് കോമൺ ആയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യും. ഈ നെയിം സ്പേസ് ഇതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിനുള്ളിലുള്ള ഒരു ക്ലാസ് ആണ് കൺസോൾ എന്ന് കമ്പൈലറിന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളത് ഒരു ക്ലാസ്. ഇതിപ്പം ഇത് നമുക്ക് കളർ കണ്ടറിയാം. ഇത് നെയിം സ്പേസിൻ്റെ കളർ ബ്ലാക്ക് കളർ, ക്ലാസ് ഇത് ബ്ലൂ കളർ, ഇതൊരു ക്ലാസ്സാണ്, ഇത് ക്ലാസ്സാണ്. പിന്നെ ഇതൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒരു പ്രൊജക്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. .NET ഫ്രെയിംവർക്കിൽ നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ അല്ല, വെബ് ആപ്ലിക്കേഷൻസും വിൻഡോസ് ആപ്ലിക്കേഷൻസും അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ബിഗിനർ ലെവൽ ആയതുകൊണ്ട് നമ്മൾ കൺസോൾ ആപ്ലിക്കേഷനാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെ ഒരു കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.